റോഡ് സൈഡിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എന്തൊക്കെ പെർമിഷൻസ് വേണം എന്ന് ചോദിച്ച് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഈ വീഡിയോ. ഏറ്റവും കൂടുതൽ മെസ്സേജുകൾ വരുന്നത് ക്ലോത്തിങ് ബ്രാൻഡ് എങ്ങനെ റോഡ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. പിന്നീട് വരുന്നത് റോഡ് സൈഡിൽ തന്നെ ഫുഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ബിസിനസ്സുകൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, എന്തൊക്കെ പെർമിഷൻസ് വേണം എന്ന് ചോദിച്ചിട്ടാണ്. ഏതൊരു ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും ആ ഒരു ബിസിനസ് ഒന്നുകിൽ ഒരു പഞ്ചായത്ത് പരിധിയിലോ അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റി പരിധിയിലോ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ പരിധിയിലോ ആയിരിക്കും. ആദ്യം വേണ്ടത് അവിടുത്തെ ഒരു പെർമിഷനാണ്. പക്ഷേ ഇതിന് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, അത് ഞാൻ അവസാനം പറയാം. ഈ ഒരു പെർമിഷനോടൊപ്പം പിന്നെ വേണ്ടത്, നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫുഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ബിസിനസ് ആണെങ്കിൽ FSSAIൻ്റെ സ്ട്രീറ്റ് വെൻഡർ രജിസ്ട്രേഷൻ കൂടി വേണം. അത് നിങ്ങൾ എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് ഒരു ഹെൽത്ത് കാർഡ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നിങ്ങളൊരു വാട്ടറൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള വെള്ളമൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ബിസിനസ്സും കൂടി ആണെങ്കിൽ വാട്ടർ ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടും കൂടി ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾ സെല്ല് ചെയ്യുന്ന പ്രൊഡക്റ്റ് അത് പാക്കിംഗ് ചെയ്തിട്ടൊക്കെയാണ് സെല്ല് ചെയ്യുന്നതെങ്കിൽ പാക്കർ ലൈസൻസും കൂടി ആവശ്യമാണ്. സിമ്പിളായി പറഞ്ഞാൽ ഈ 4 കാര്യങ്ങളാണ് വേണ്ടത്. ഇനി ഞാൻ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഒരാളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 3-ൽ1 ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സ്ഥാപനത്തിൻ്റെ പരിധിയിലാണ് ചെയ്യുക. അതായത് ഒരു പഞ്ചായത്തോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷൻ്റെ പരിധിയിലായിരിക്കും ചെയ്യുക. ആദ്യം നമുക്ക് മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇന്ത്യയിൽ സ്ട്രീറ്റ് വെൻഡേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നിയമമുണ്ട്, സ്ട്രീറ്റ് വെൻഡേഴ്സ് ആക്ട് 2040. ഈ ഒരു നിയമം അനുസരിച്ച് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്നിവയുടെ പരിധിയിലാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് വെൻഡിങ് എടുത്തിരിക്കണം. ഇതിന് 2 വഴിയാണുള്ളത്. അതിൽ ഒന്നാമത്തെ വഴി, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ഇവർ 5 വർഷം കൂടുമ്പോൾ തെരുവ് കച്ചവടക്കാരുടെ ഒരു സർവേ നടത്താറുണ്ട്. ഈ സർവേ നടത്തുന്ന സമയത്ത് നിങ്ങൾ അവിടെ കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു താൽക്കാലിക ഐഡൻറ്റിറ്റി കാർഡ് തരും. പിന്നെ അതിനുശേഷം വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് വെൻഡിങ് ഇഷ്യൂ ചെയ്യും. ഇനി രണ്ടാമത്തെ വഴി, ഒന്നാമത്തെ വഴിയിൽ 5 വർഷം കൂടുമ്പോഴാണ് സർവേ നടത്തുക എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ സർവേ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 5 വർഷം വരെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ പോയിട്ട് അപേക്ഷ കൊടുക്കാവുന്നതാണ്. അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർ ആ സ്ഥലം വന്ന് പരിശോധിക്കും. പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഏരിയ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു താൽക്കാലിക അനുമതി തരും. അതിനുശേഷം പിന്നീട് സർവേ നടക്കുന്ന സമയത്ത് ആ സർവേയിൽ നിങ്ങളുടെ പേരും ഉൾപ്പെടുത്തും. ആ സർവേക്ക് ശേഷം നിങ്ങൾക്ക് ഐഡൻറ്റിറ്റി കാർഡും സർട്ടിഫിക്കറ്റ് ഓഫ് വെൻഡിങ്ങും നിങ്ങൾക്ക് തരും. അപേക്ഷ നൽകിയ റെസിപ്റ്റോ അല്ലെങ്കിൽ താൽക്കാലിക അനുമതിയോ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ അന്യായമായി നിങ്ങളെ ഒഴിപ്പിക്കാൻ കഴിയില്ല. സർവേ പൂർത്തിയായി സർട്ടിഫിക്കറ്റ് നൽകുന്നതുവരെ അർഹരായ കച്ചവടക്കാരെ ഒഴിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ചട്ടം. അപ്പോൾ നിങ്ങൾ സർവേ വരാൻ വേണ്ടി കാത്തു നിൽക്കാതെ അപേക്ഷ കൊടുക്കുന്നതാണ് ഏറ്റവും സേഫായ വഴി. അല്ലെങ്കിൽ നിങ്ങളെ അനധികൃത കച്ചവടം എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാനും സാധനങ്ങൾ പിടിച്ചെടുക്കാനൊക്കെ അവർക്ക് കഴിയും. ഇനി നിങ്ങൾ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സാനിറ്റേഷനും ഹൈജീനും ആണ്. നിങ്ങൾ കച്ചവടം ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്തോ നിങ്ങൾ കാരണം മാലിന്യം ഉണ്ടാവുകയോ വേസ്റ്റുകൾ ഇടുകയോ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ ഹെൽത്ത് ഇൻസ്പെക്ടർ നടപടിയെടുക്കും. അതിനാൽ മാലിന്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾ തന്നെ കാണണം. ഒരു വേസ്റ്റ് ബോക്സൊക്കെ നിങ്ങൾക്ക് അവിടെ വെക്കാവുന്നതാണ്. അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മൂവബിൾ ആകുന്ന രീതിയിൽ മാത്രമേ സ്ട്രീറ്റിൽ ബിസിനസ് തുടങ്ങാൻ പാടുള്ളൂ. ഇനി നിങ്ങൾ ഈ സ്ട്രീറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പഞ്ചായത്ത് പരിധിയിലാണെങ്കിൽ അവിടെ ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള നിയമമൊന്നുമില്ല. എന്നാലും നിങ്ങളുടെ ഒരു സേഫ്റ്റിക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു അപേക്ഷ കൊടുത്തിട്ട് അനുമതി മേടിക്കാവുന്നതാണ്. ചില പഞ്ചായത്തുകൾ തരും, ചില പഞ്ചായത്തുകൾ തരാറില്ല. തരാത്ത സ്ഥലത്തും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ അവർ എടുത്തു പോകാൻ പറയുമ്പോൾ പോകേണ്ടി വരുമെന്ന് മാത്രം. പക്ഷേ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ കാരണം ഗതാഗതം തടസ്സപ്പെടുകയോ അതല്ലെങ്കിൽ മാലിന്യങ്ങൾ നിറയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ കർശന നടപടി ഉണ്ടായിരിക്കും. നിങ്ങൾ ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ആദ്യം വേണ്ടത് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇവരുടെ പെർമിഷനാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫുഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ബിസിനസ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് FSSAIയുടെ സ്ട്രീറ്റ് വെൻഡിങ് രജിസ്ട്രേഷൻ ഉണ്ട്, അതാണ് വേണ്ടത്. അത് നിങ്ങൾക്ക് FSSAIയുടെ സൈറ്റ് ആയിട്ടുള്ള ഫോസ്കോസിൽ പോയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ അക്ഷയയിൽ പോയിട്ട് അപ്ലൈ ചെയ്യാം. പക്ഷേ ഈ ലൈസൻസ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാണ്. ഹെൽത്ത് കാർഡിന് വേണ്ടി നിങ്ങളുടെ അടുത്തുള്ള PHC അതായത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അല്ലെങ്കിൽ CHC ഉണ്ടാവും, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ, ഇവിടെ പോയിട്ട് ഒരു സർക്കാർ ഗവൺമെൻറ് ഡോക്ടറെ നിങ്ങൾ കാണണം. പോകുന്ന സമയത്ത് ആധാർ കാർഡ്, അതേപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ അതേപോലെ തന്നെ ഹെൽത്ത് കാർഡിന് വേണ്ടിയിട്ടുള്ള അപേക്ഷാ ഫോം, അത് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററിൽ നിന്നോ നിങ്ങൾക്ക് ലഭിക്കും. ഇതുമായിട്ടാണ് നിങ്ങൾ പോകേണ്ടത്. അങ്ങനെ നിങ്ങൾ അവിടെ ഡോക്ടറെ പോയി കാണണം. ഡോക്ടറെ പോയി കാണുന്ന സമയത്ത് ഡോക്ടർ പരിശോധിച്ചിട്ട് കുറച്ച് ടെസ്റ്റുകളൊക്കെ എഴുതി തരും. ആ ടെസ്റ്റുകളൊക്കെ പരിശോധിച്ച് വീണ്ടും കാണിക്കുക. അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും, പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ സീൽ ചെയ്ത് സൈൻ ചെയ്ത് തരും.
ചില മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലൊക്കെ ഇത് ഡിജിറ്റൽ ഹെൽത്ത് കാർഡ് ആക്കേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നിങ്ങളുടെ നാട്ടിലുള്ള മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ കോർപ്പറേഷനിലോ ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ടാവും, അവരോട് ചോദിക്കുക. ഇനി ചിലർ സ്റ്റാർട്ട് ചെയ്യുന്ന ഫുഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ബിസിനസ് വെള്ളമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരിക്കാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വാട്ടർ ടെസ്റ്റ് റിപ്പോർട്ടും കൂടി നിങ്ങളുടെ അടുത്തുണ്ടായിരിക്കണം. കേരള വാട്ടർ അതോറിറ്റിയുടെ ക്വാളിറ്റി കൺട്രോൾ ലാബുകളിൽ നിന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള പ്രൈവറ്റ് ലാബുകളിൽ നിന്നോ നിങ്ങൾക്ക് ആ വെള്ളം പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ FSSAI രജിസ്ട്രേഷൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം നിർബന്ധമായിട്ടും ഹെൽത്ത് കാർഡ് ഉണ്ടാക്കിയിരിക്കണം. അതേപോലെ വെള്ളം ഉപയോഗിച്ച് ചെയ്യുന്ന ബിസിനസ്സൊക്കെ ആണെങ്കിൽ വാട്ടർ ടെസ്റ്റ് റിപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഈ രണ്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് FSSAIൻ്റെ രജിസ്ട്രേഷൻ എടുക്കാൻ കഴിയുള്ളൂ. ഇനി നിങ്ങൾ സെല്ല് ചെയ്യുന്ന പ്രോഡക്റ്റ് അത് പാക്കിംഗ് ചെയ്തിട്ടൊക്കെയാണ് സെല്ല് ചെയ്യുന്നതെങ്കിൽ പാക്കിംഗ് ലൈസൻസും കൂടി എടുക്കണം. അതിന് നിങ്ങൾ LMOMS പോർട്ടലിൽ പോയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ അക്ഷയയിൽ പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാലും അവർ പാക്കിംഗ് ലൈസൻസ് എടുത്തു തരും. റോഡ് സൈഡിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ലോക്കൽ അതോറിറ്റിയുടെ പെർമിഷൻ മാത്രം മതി. ഇനി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫുഡ് റിലേറ്റ് ചെയ്ത് ബിസിനസ് ആണെങ്കിൽ ലോക്കൽ അതോറിറ്റിൻ്റെ പെർമിഷൻ വേണം, FSSAI വേണം. അതേപോലെ പാക്കിംഗ് ചെയ്തിട്ടുള്ളത് സെല്ല് ചെയ്യുന്നതാണെങ്കിൽ പാക്കിംഗ് ലൈസൻസും കൂടി വേണം. ഇതുപോലുള്ള ബിസിനസ് സംബന്ധമായ അറിവുകൾക്ക് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.